ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണെങ്കിൽ ആ കുട്ടിയുടെ ഐക്യു എത്രയായിരിക്കും? സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇത്തരം കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന ഒന്നാണ് കേടെറ്റ് പരീക്ഷയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി വിഭാഗം. വെറുതെ ഉത്തരം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ തിയറിയും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷത്തെ കേടെറ്റ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ പിന്നിലെ തിയറികളുമാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു കംപ്ലീറ്റ് റിവിഷൻ കൂടിയായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. പ്രതിഭാധനരായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായതേത്? ക്ലാസ്സിൽ നടന്ന സെമിനാറിന്റെ റിപ്പോർട്ട് എഴുതുന്നു, പഠിക്കാനുള്ള കവിതയ്ക്ക് ഒരു നാടകാവിഷ്കാരം തയ്യാറാക്കുന്നു, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു, അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഉത്തരം ബി. വിശദീകരണം: പ്രതിഭാധനരായ കുട്ടികൾ ഉയർന്ന സർഗാത്മകതയുള്ളവരായതിനാൽ കവിതയെ നാടകമാക്കി മാറ്റുന്നതുപോലുള്ള ഡ്രാമറ്റൈസേഷൻ വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടത്. 2. വൈകാരിക ബുദ്ധിമാപനത്തെപ്പറ്റി വിശദമായി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാര്? ആൽഫ്രഡ് ബിനെ, ചാൾസ് സ്പിയർമാൻ, ഹോവാർഡ് ഗാർഡ്നർ, ഡാനിയൽ ഗോൾമാൻ. ഉത്തരം ഡി. ഡാനിയൽ ഗോൾമാനാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആശയത്തെ ലോകമെങ്ങും പ്രശസ്തമാക്കിയത്. 3. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻഡ് പ്രതികരണവും അൺകണ്ടീഷൻഡ് പ്രതികരണവും ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമാണ്, ഒന്ന് തന്നെയുമാകാം, വ്യത്യസ്തവുമാകാം, വളരെ വ്യത്യസ്തമായിരിക്കും. ഉത്തരം എ. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ ഉമിനീർ വരിക എന്ന പ്രതികരണം റെസ്പോൺസ് 2 സാഹചര്യത്തിലും ഒന്ന് തന്നെയാണ്. 4. സ്വാംശീകരണം, ക്രമീകരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ജെറോം എസ് ബ്രൂണർ, പിയാഷെ, സ്കിന്നർ, വിഗോട്സ്കി. ഉത്തരം ബി. കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തെക്കുറിച്ച് വിശദീകരിച്ച ജീൻ പിയാഷെയാണ് ഈ ആശയങ്ങൾ അവതരിപ്പിച്ചത്. 5. ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ ഐക്യുവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിലെത്താം? ഐക്യു 130-ൽ കൂടുതലായിരിക്കും, ഐക്യു 120 ആയിരിക്കും, ഐക്യു 100 ആയിരിക്കും, ഐക്യു 100-ൽ കുറവായിരിക്കും. ഉത്തരം സി. മാനസിക വയസ്സും ശാരീരിക വയസ്സും തുല്യമാകുമ്പോൾ ഐക്യു സ്കോർ കൃത്യം 100 ആയിരിക്കും. 6. പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ലെക്ചർ രീതി, സെമിനാർ രീതി, കഥ പറച്ചിൽ രീതി, ചർച്ചാരീതി. ഉത്തരം സി. ചെറിയ കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഥകളിലൂടെയുള്ള പഠനമാണ് ഏറ്റവും ഗുണകരം. 7. അരുൺ 1 മാസമായി സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും അവന് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യമാണ്? ഡിസ്നോമിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ. ഉത്തരം ഡി. ശാരീരിക ചലനങ്ങളെയും പേശികളെയും ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഡിസ്പ്രാക്സിയ. 8. കുട്ടിയുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഏതു മണ്ഡലത്തിൽ വരുന്നു? വൈജ്ഞാനിക മണ്ഡലം കോഗ്നിറ്റീവ്, മനശ്ചാലക മണ്ഡലം സൈക്കോമോട്ടോർ, വൈകാരിക മണ്ഡലം എഫക്റ്റീവ്, മുകളിൽ കൊടുത്തവയെല്ലാം. ഉത്തരം സി. വികാരങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പഠന മേഖലയാണ് വൈകാരിക മണ്ഡലം അഥവാ എഫക്റ്റീവ് ഡൊമെയ്ൻ. 9. ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് കണ്ടെത്താൻ സാധിക്കുക? കുട്ടിയുടെ മനോഭാവം, പ്രശ്നപരിഹരണശേഷി, കുട്ടിയുടെ അഭിരുചി, കുട്ടിയുടെ താൽപ്പര്യം. ഉത്തരം ബി. ബുദ്ധിശക്തി എന്നത് പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവാണ്. 10.
താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തതേതാണ്? ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി. വ്യതിരിക്ത ചിന്ത, ഡൈവേർജന്റ് തിങ്കിംഗ്. ഏകമുഖ ചിന്ത, കോൺവേർജന്റ് തിങ്കിംഗ്. ആശയസ്പഷ്ടത, പുതുമ, നവീനത. ഉത്തരം സി. ഒരു പ്രശ്നത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം ചിന്തിക്കുന്നത് സർഗാത്മകതയ്ക്ക് ചേർന്നതല്ല. 11. ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയുമടങ്ങിയ ഒരു സ്വഭാവരൂപമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് ഓട്ടിസം, ADHD, സെറിബ്രൽ പാൽസി, ബുദ്ധിപരിമിതിയുള്ള. ഉത്തരം ബി. അമിതമായ ചലനാത്മകതയും ശ്രദ്ധക്കുറവുമാണ് ADHD എന്ന അവസ്ഥയുടെ പ്രത്യേകത. 12. ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവ് ഗാർഡ്നർ നിർദ്ദേശിച്ച ഏത് ബുദ്ധിയാണ്? ലോജിക്കൽ മാത്തമാറ്റിക്കൽ, ദൃശ്യ സ്ഥലപരബുദ്ധി, പ്രകൃതിപരബുദ്ധി, അസ്തിത്വപരബുദ്ധി. ഉത്തരം ബി. സ്ഥലത്തെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചുമുള്ള ധാരണയാണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. 13. പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണ് ഒരു കുട്ടി വസ്തുതകളെ യുക്തിസഹമായി ചിന്തിക്കുന്നത്? ഓർഗനൈസ് ദ ലോജിക്കൽ തിങ്കിംഗ്. സംവേദന ചാലകഘട്ടം, പ്രാക് മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം. ഉത്തരം ഡി. 7 മുതൽ 11 വയസ്സുവരെയുള്ള കുട്ടികൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് യുക്തിയോടെ ചിന്തിക്കുന്നു. 14. ശിക്ഷഭയത്തിൽ ടീച്ചറെ അനുസരിക്കുന്ന കുട്ടി കോൾബർഗിന്റെ ഏത് ഘട്ടത്തിലാണ്? യാഥാസ്ഥിതിക സദാചാരഘട്ടം, പ്രാക് യാഥാസ്ഥിതിക സദാചാരഘട്ടം, യാഥാസ്ഥിതാനന്തര സദാചാരഘട്ടം, നല്ല കുട്ടി സദാചാരഘട്ടം. ഉത്തരം ബി. ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നത് സദാചാര വികാസത്തിന്റെ 1ാം ഘട്ടത്തിലാണ്. 15. വിദ്യാർത്ഥി കേന്ദ്രീത പഠനരീതിയെ സംബന്ധിച്ച് ശരിയേത്? ഗ്രൂപ്പുകളിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞുകൊടുക്കുന്നു. കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ടീച്ചർ പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു. ഉത്തരം എ. കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്കും സജീവ പങ്കാളിത്തത്തിനും ഈ രീതിയിൽ പ്രാധാന്യമുണ്ട്. 16. പഠന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുകയും പുരോഗതി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന കുട്ടിയെ എങ്ങനെ പരിഗണിക്കാം? നേരിയ ബുദ്ധിപരിമിതിയുള്ള കുട്ടി, സാധാരണ കുട്ടി, കഠിനമായ ബുദ്ധിപരിമിതിയുള്ള കുട്ടി, ആഘാതമായ ബുദ്ധിപരിമിതിയുള്ള കുട്ടി. ഉത്തരം എ. പഠനത്തിൽ സ്ഥിരമായി പ്രയാസം നേരിടുന്നത് ചെറിയ തോതിലുള്ള ബുദ്ധിപരിമിതിയാകാം. 17. താഴെ പറയുന്നവയിൽ വികാസതത്വം അല്ലാത്തതേത്? വികാസത്തിൽ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. വികാസം പഠനത്തിന്റെയും പരിപക്വനത്തിന്റെയും ഉൽപ്പന്നമാണ്. വികാസക്രമം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. വികാസത്തിൽ വ്യക്തിപരമായ വ്യത്യാസങ്ങളുണ്ട്. ഉത്തരം സി. വികാസം ഒരു നിശ്ചിത ക്രമത്തിൽ നടക്കുന്നതിനാൽ അത് മുൻകൂട്ടി പ്രവചിക്കാവുന്നതാണ്. 18. ട്രയൽ ആൻഡ് എറർ സിദ്ധാന്തത്തെക്കുറിച്ച് ശരിയായതേത്? പഠനം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. ആവർത്തിച്ചുള്ള ശ്രമങ്ങളിലൂടെ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. വിജയത്തിൽ സാവധാനം എത്തിച്ചേരുന്നു. മുകളിൽ നൽകിയവയെല്ലാം. ഉത്തരം ഡി. തെറ്റുകൾ ആവർത്തിച്ചും ശ്രമിച്ചുമാണ് പഠനം പൂർത്തിയാകുന്നതെന്ന് തോൺഡൈക്ക് പറയുന്നു. 19. ബ്രൂണർ നിർദ്ദേശിച്ച ആശയധാരണയുടെ ഘട്ടങ്ങളിൽ പെടാത്തതേത്? പ്രവർത്തനഘട്ടം എനാക്റ്റീവ്, ബിംബനഘട്ടം ഐക്കോണിക്, പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക്, പ്രയോഗഘട്ടം ആപ്ലിക്കേഷൻ. ഉത്തരം ഡി. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്നിവയാണ് ബ്രൂണറുടെ 3 പഠനഘട്ടങ്ങൾ. 20. ബന്ദൂരയുടെ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രക്രിയകളേവ? ശ്രദ്ധ, നിലനിർത്തൽ, പുനരുൽപാദനം, അഭിപ്രേരണ. ശ്രദ്ധ, താൽപര്യം,
പ്രവർത്തനങ്ങൾ നിലനിർത്തൽ. താൽപര്യം, ശ്രദ്ധ, സംവേദനം, പ്രകടനം. ശ്രദ്ധ, നിലനിർത്തൽ, സംവേദനം, അഭിപ്രേരണ. ഉത്തരം എ. മറ്റുള്ളവരെ നോക്കി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓർത്തുവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത്യാവശ്യമാണ്. 21. മനുഷ്യന്റെ വികാസം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ്? ജനനപൂർവഘട്ടം, ശൈശവഘട്ടം, മുൻബാല്യഘട്ടം, പിൻബാല്യഘട്ടം. ഉത്തരം എ. ഗർഭാവസ്ഥയിൽ തന്നെ ഒരു മനുഷ്യന്റെ വികാസ പ്രക്രിയ ആരംഭിക്കുന്നു. 22. ഒരു ജ്ഞാനനിർമ്മിതിവാദ അധ്യാപികയുടെ സവിശേഷത അല്ലാത്തതേത്? സുഹൃത്തും വഴികാട്ടിയും, പ്രോത്സാഹിപ്പിക്കുന്നയാൾ, കർക്കശമായി പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നയാൾ, ഗവേഷകൻ. ഉത്തരം സി. ഈ രീതിയിൽ അധ്യാപകൻ ഒരു സഹായി മാത്രമാണ്, കർക്കശക്കാരനാകാൻ പാടില്ല. 23. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏത്? സൗന്ദര്യാത്മക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ. ഉത്തരം ബി. ആവശ്യങ്ങളുടെ പിരമിഡിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഒരാൾക്ക് താൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണ്. 24. നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം എവിടെയാണുള്ളത്? സമൂഹത്തിൽ കാണപ്പെടുന്നു, മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു, വിദ്യാഭ്യാസത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ആശയവിനിമയത്തിലൂടെ വികസിക്കുന്നു. ഉത്തരം ബി. മനുഷ്യന് ഭാഷ പഠിക്കാനുള്ള ജന്മസിദ്ധമായ കഴിവ് തലച്ചോറിലാണെന്ന് ചോംസ്കി പറയുന്നു. 25. സ്കൂൾ പ്രവേശം ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് എറിക്സൺ പറയുന്നത് ഏത് ഘട്ടത്തെക്കുറിച്ചാണ്? വിശ്വാസവും അവിശ്വാസവും, സ്വയംഭരണവും സംശയവും, വ്യക്തിത്വവും വ്യക്തിത്വ പ്രതിസന്ധിയും, കർമ്മോത്സുകതയും അപകർഷതാബോധവും. ഉത്തരം ഡി. സ്കൂൾ പ്രായത്തിൽ കുട്ടികൾ സ്വന്തം കഴിവുകളിൽ വിശ്വാസം നേടാൻ ശ്രമിക്കുന്ന ഘട്ടമാണിത്. 26. അധ്യാപിക ആൺകുട്ടികളോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? ലിംഗസമത്വം, ലിംഗനീതി, ലിംഗവിവേചനം, ജെൻഡർ എക്വിറ്റി. ഉത്തരം സി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക മുൻഗണന നൽകുന്നത് വിവേചനമാണ്. 27. പഠന സിദ്ധാന്തങ്ങളിൽ സ്കാഫോൾഡിംഗ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? തെറ്റുകളുടെ കാരണം കണ്ടെത്തുക, അറിവ് പരിശോധിക്കുക, മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ, മുൻധാരണകൾ ഉറപ്പാക്കുക. ഉത്തരം സി. കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ സഹായം നൽകുന്ന രീതിയാണിത്. 28. അധികാരം, നേട്ടം എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെട്ട സിദ്ധാന്തം ആരുടേതാണ്? എ. ഏബ്രഹാം മാസ്ലോ, ബി. മക്ലെലൻഡ്, സി. ബന്ദുര, ഡി. അഡ്ലർ. ഉത്തരം ബി. ഡേവിഡ് മക്ലെലൻഡാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷനെക്കുറിച്ച് വിശദീകരിച്ചത്. 29. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബന്ധമാണ് പഠനം എന്ന് വിശ്വസിക്കുന്നതാര്? എ. ഹ്യൂമനിസം, ബി. കൺസ്ട്രക്റ്റിവിസം, സി. ബിഹേവിയറിസം, ഡി. കോഗ്നിറ്റിവിസം. ഉത്തരം സി. പെരുമാറ്റവാദികൾ പഠനത്തെ ഉത്തേജന പ്രതികരണ ബന്ധമായി കാണുന്നു. 30. പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ. വൈകാരികമായി തൃപ്തികരമായ അന്തരീക്ഷത്തിൽ പഠനം കാര്യക്ഷമമാകുന്നു. ബി. തെറ്റുകൾ വരുത്തിയാൽ പഠനം നടന്നില്ല എന്ന് കരുതാം. സി. പഠനം അടിസ്ഥാനപരമായി ഒരു മാനസിക പ്രവർത്തനമാണ്. ഡി. വൈകാരിക ഘടകങ്ങൾ പഠനത്തെ ബാധിക്കുന്നില്ല. ഉത്തരം എ. സന്തോഷകരമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. 31. പ്രവർത്തനങ്ങളിലൂടെയും കളികളിലൂടെയും കുട്ടികൾ പഠിക്കണം എന്ന് വാദിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? എ. ഫ്രോബൽ, ബി. ടാഗോർ, സി. ജോൺ ഡൂയി, ഡി.
മോണ്ടിസോറി. ഉത്തരം എ. കിൻഡർഗാർട്ടൻ എന്ന ആശയത്തിന്റെ സൃഷ്ടാവായ ഫ്രോബൽ കുട്ടികൾ കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് വികസിക്കേണ്ടതെന്ന് വിശ്വസിച്ചു. 32. മാതൃകാ പഠനം അഥവാ മോഡലിംഗ് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്? എ. ക്ലാസിക്കൽ കണ്ടീഷനിംഗ്, ബി. സാമൂഹിക പഠന സിദ്ധാന്തം, സി. പ്രയത്ന പരാജയ സിദ്ധാന്തം, ഡി. ഉൾക്കാഴ്ച പഠനം. ഉത്തരം ബി. ആൽബർട്ട് ബന്ദുരയുടെ ഈ സിദ്ധാന്തപ്രകാരം മറ്റൊരാളെ നിരീക്ഷിക്കുന്നതിലൂടെയാണ് കുട്ടി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. 33. ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി അളക്കാൻ ബിനെ ആദ്യമായി ഉപയോഗിച്ച മാനദണ്ഡം ഏതാണ്? എ. മാനസിക വയസ്സ്, ബി. ശാരീരിക വയസ്സ്, സി. IQ, ഡി. EQ. ഉത്തരം എ. 1905-ൽ ആദ്യത്തെ ബുദ്ധിപരീക്ഷ തയ്യാറാക്കുമ്പോൾ ബിനെ മാനസിക വയസ്സ് എന്ന സങ്കല്പമാണ് ഉപയോഗിച്ചത്. 34. പ്രോക്സിമോ ഡിസ്റ്റൽ വികാസം എന്നാൽ എന്ത്? എ. തല മുതൽ കാൽ വരെ, ബി. മുകളിൽ നിന്ന് താഴേക്ക്, സി. കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക്, ഡി. പുറത്തുനിന്ന് കേന്ദ്രത്തിലേക്ക്. ഉത്തരം സി. ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് നട്ടെല്ല് പോലുള്ളവ കൈകാലുകളിലേക്ക് വികാസം വ്യാപിക്കുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. 35. പിയാഷെയുടെ വികാസഘട്ടങ്ങളിൽ അഹം കേന്ദ്രീകൃത ചിന്ത എന്നാൽ എപ്പോൾ? എ. സംവേദനചാലകഘട്ടം, ബി. പ്രാക് മനോവ്യാപാരഘട്ടം, സി. മൂർത്ത മനോവ്യാപാരഘട്ടം, ഡി. ഔപചാരിക മനോവ്യാപാരഘട്ടം. ഉത്തരം ബി. 2 മുതൽ 7 വയസ്സുവരെയുള്ള ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ലോകത്തെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. 36. ഗിഫോർഡിന്റെ ബുദ്ധിസിദ്ധാന്തത്തിൽ എത്ര ഘടകങ്ങളുണ്ട്? എ. 120, ബി. 150, സി. 180, ഡി. ഇവയെല്ലാം വ്യത്യസ്ത പതിപ്പുകളിൽ. ഉത്തരം ഡി. ഗിഫോർഡിന്റെ മോഡലിൽ ആദ്യകാലത്ത് 120 ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് പരിഷ്കരിച്ച് 180 വരെ ആയി ഉയർത്തി. 37. പഠിക്കാൻ പഠിക്കുക എന്നത് ഏത് പഠനരീതിയുടെ ലക്ഷ്യമാണ്? എ. അധ്യാപക കേന്ദ്രീകൃത രീതി, ബി. പരീക്ഷാ കേന്ദ്രീകൃത രീതി, സി. ജ്ഞാനനിർമ്മിതിവാദ രീതി, ഡി. ലെക്ചർ രീതി. ഉത്തരം സി. കുട്ടികൾ സ്വന്തമായി അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാകുന്നതിലൂടെ എങ്ങനെ പഠിക്കണമെന്ന് അവർ തിരിച്ചറിയുന്നു. 38. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ തേവ. എ. പാരമ്പര്യം മാത്രം, ബി. പരിസരം മാത്രം, സി. പാരമ്പര്യവും പരിസരവും, ഡി. ഇതൊന്നുമല്ല. ഉത്തരം സി. വികാസം എന്നത് പാരമ്പര്യത്തിന്റെയും പരിസരത്തിന്റെയും ഗുണനഫലമാണ്. 39. ഗാഗ്നെയുടെ പഠനശ്രേണിയിൽ ഏറ്റവും ഉയർന്ന പഠനം ഏത്? എ. ചിഹ്ന പഠനം, ബി. ആശയപഠനം, സി. പ്രശ്നപരിഹരണ പഠനം, ഡി. നിയമപഠനം. ഉത്തരം സി. ഏറ്റവും ലളിതമായ സിഗ്നൽ ലേണിംഗ് മുതൽ ഏറ്റവും സങ്കീർണമായ പ്രോബ്ലം സോൾവിംഗ് വരെ 8 ഘട്ടങ്ങളാണ് ഗാഗ്നെ വിവരിച്ചത്. 40. ZPD എന്ന ആശയം ആരുടേതാണ്? എ. പിയാഷെ, ബി. വിഗോട്സ്കി, സി. ബ്രൂണർ, ഡി. ചോംസ്കി. ഉത്തരം ബി. കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. 41. ഡിസ്ഗ്രാഫിയ എന്നത് എന്തുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്? എ. വായന, ബി. എഴുത്ത്, സി. ഗണിതം, ഡി. കേൾവി. ഉത്തരം ബി. അക്ഷരങ്ങൾ തെറ്റിച്ചെഴുതുക, വരികൾ ക്രമമില്ലാതെ എഴുതുക തുടങ്ങിയ പ്രയാസങ്ങളാണ് ഡിസ്ഗ്രാഫിയയിലുള്ളത്. 42. കുട്ടികളിലെ സന്ദേഹങ്ങളെയും പേടിയെയും അകറ്റാൻ സഹായിക്കുന്ന തെറാപ്പി ഏത്? എ. പ്ലേ തെറാപ്പി, ബി. ഷോക്ക് തെറാപ്പി, സി. മ്യൂസിക് തെറാപ്പി, ഡി. എക്സസൈസ് തെറാപ്പി. ഉത്തരം എ.
കളികളിലൂടെ കുട്ടികളുടെ വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്ലേ തെറാപ്പി സഹായിക്കുന്നു. 43. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? എ. സിഗ്മണ്ട് ഫ്രോയിഡ്, ബി. കാൾ റോജേഴ്സ്, സി. ആൽബർട്ട് ബന്ദുര, ഡി. ബി.എഫ്. സ്കിന്നർ. ഉത്തരം ബി. അബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും ചേർന്നാണ് മാനവികതാ മനഃശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. 44. ടാബുല റാസ എന്ന പദം ഉപയോഗിച്ച ചിന്തകനാര്? എ. അരിസ്റ്റോട്ടിൽ, ബി. പ്ലേറ്റോ, സി. ജോൺ ലോക്ക്, ഡി. റൂസോ. ഉത്തരം സി. ജനിക്കുമ്പോൾ കുട്ടിയൊരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണെന്നും അനുഭവങ്ങളിലൂടെയാണ് അറിവ് ലഭിക്കുന്നതെന്നും അദ്ദേഹം വാദിച്ചു. 45. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? എ. ഗാർഡ്നർ, ബി. സ്റ്റേൺബർഗ്, സി. സ്പിയർമാൻ, ഡി. തോണ്ടൈക്ക്. ഉത്തരം എ. 8 തരം ബുദ്ധിശക്തികളെക്കുറിച്ച് ഹൊവാർഡ് ഗാർഡ്നർ വിശദീകരിച്ചു. 46. ഒരു കുട്ടിക്ക് ഒരേ സമയം 2 കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാവുകയും അതിലൊന്ന് തിരഞ്ഞെടുക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. എ. സംഘർഷം, ബി. മാനസിക സമ്മർദ്ദം, സി. നിരാശ, ഡി. ഉത്കണ്ഠ. ഉത്തരം എ. 2 ഇഷ്ടമുള്ള കാര്യങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണിത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 47. പഠനത്തിന് പുനർബലനം അത്യാവശ്യമാണെന്ന് പറഞ്ഞതാര്? എ. പാവ്ലോവ്, ബി. സ്കിന്നർ, സി. പിയാഷെ, ഡി. വിഗോട്സ്കി. ഉത്തരം ബി. ശരിയായ പ്രതികരണങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് പഠനം വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് സ്കിന്നർ പരീക്ഷിച്ച് തെളിയിച്ചു. 48. ഹ്യൂറിസ്റ്റിക് രീതി ആവിഷ്കരിച്ചതാര്? എ. ആംസ്ട്രോങ്, ബി. ജോൺ ഡൂയി, സി. കിൽപാട്രിക്, ഡി. സ്കിന്നർ. ഉത്തരം എ. കുട്ടി സ്വയം അന്വേഷിച്ച് കണ്ടെത്തുന്ന രീതിയാണിത്. 49. 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണെങ്കിൽ കുട്ടിയുടെ IQ എത്ര? എ. 100, ബി. 120, സി. 133, ഡി. 150. ഉത്തരം സി. 12/9 ഗുണിക്കണം 100 = 133.33. 50. വ്യക്തിത്വ വികാസത്തിലെ സൈക്കോസെക്ഷൽ ഘട്ടങ്ങൾ വിവരിച്ചതാര്? എ. എറിക്സൺ, ബി. സിഗ്മണ്ട് ഫ്രോയിഡ്, സി. പിയാഷെ, ഡി. കോൾബർഗ്. ഉത്തരം ബി. ഓറൽ, ഏനൽ തുടങ്ങിയ 5 ഘട്ടങ്ങളിലൂടെയാണ് വ്യക്തിത്വം വികസിക്കുന്നതെന്ന് ഫ്രോയിഡ് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 50 ചോദ്യങ്ങളിൽ എത്രയെണ്ണത്തിന് നിങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു? നിങ്ങളുടെ സ്കോർ 50-ൽ എത്രയാണെന്ന് ഇപ്പോൾ തന്നെ താഴെയൊന്ന് കമന്റ് ചെയ്തേക്കൂ. നമ്മുടെ ലക്ഷ്യം കേട്ടറ്റ് പരീക്ഷയിലെ സൈക്കോളജി വിഭാഗത്തിലെ 30 മാർക്കും പൂർണ്ണമായും നേടിയെടുക്കുകയെന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ ക്ലാസുകളുമായി നമുക്ക് വീണ്ടും കാണാം. മികച്ച രീതിയിൽ തന്നെ പഠനം തുടരുക. നന്ദി.